തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ടി.വി.കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച വിമതരെ വെട്ടിലാക്കാൻ എ.ഐ.ഡി.എം.കെ അംഗങ്ങൾക്ക് വിപ്പ് നൽകി. പാർട്ടിയിലെ പിളർപ്പിന് പിന്നാലെയാണ് എടപ്പാടി പളനിസ്വാമിയുടെ നീക്കം. അതേസമയം ഇന്ന് നിയമസഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുത്തു. അണ്ണാ-ഡി.എം.കെയിൽ സി വി ഷൺമുഖം നേതൃത്വം നൽകുന്ന വിഭാഗമാണ് സി ജോസഫ് വിജയ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചത്. 30 സീറ്റുകൾ തങ്ങൾക്കുണ്ടെന്നാണ് അവകാശവാദം. നീക്കം പൊളിക്കാൻ എ.ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം എല്ലാ എം.എൽ.എമാർക്കും വിപ്പ് നൽകി. ടി.വി.കെതിരെ വോട്ട് ചെയ്തില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് വിപ്പ്. സഭയിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയെ പുകഴ്ത്തി സംസാരിച്ച കാമരാജ് എം.എൽ.എയെ അമ്മാമക്കൾ മുന്നേറ്റ കഴകം പുറത്താക്കി. കാമരാജും ടി.വി.കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആകെ 149 പേരുടെ പിന്തുണ ടി.വി.കെ സർക്കാരിന് ലഭിക്കും. വിപ്പ് നൽകിയതിന് പിന്നാലെ അണ്ണാ-ഡി.എം.കെ എം.എൽ.എമാരെ കാണാൻ സി ജോസഫ് വിജയ് സി വി ഷൺമുഖത്തിന്റെ വീട്ടിലെത്തി. അതിനിടെ ടി.വി.കെ എം.എൽ.എ ശ്രീനിവാസ സേതുപതിയെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. തിരുപ്പത്തൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കേസിലാണ് വിധി. ഇതിനെതിരെ ശ്രീനിവാസ സേതുപതി സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമസഭാ സ്പീക്കറായി ജെ.സി.ഡി. പ്രഭാകർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ് തായ്വാഴ്ത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും സഭയിൽ വന്ദേമാതരം പാടാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. ടി.വി.കെയെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി ഒരു വിഭാഗം പ്രഖ്യാപിച്ചതോടെ അണ്ണാ-ഡി.എം.കെയിൽ പിളർപ്പ് പൂർണ്ണമായി. 23 പേരുടെ പിന്തുണ എടപ്പാടി കെ പളനിസ്വാമി വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.